മോർണിംഗ് ടു ഓൾ. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് വരെയാണ് നോക്കിയത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, ടൈപ്സ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ബാനർ അഡ്വർടൈസ്മെൻറ്റ്. Banner ad is a form of online advertising which presents a product communication on a web page. It is a hypertext linked graphical file leading the investors of a web page directly to the website of a company. Banner advertising is mostly used for giving information about the company, product and offers. ഇവിടെ പറഞ്ഞേക്കുന്നത് ബാനർ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ബാനർ അല്ലെങ്കിൽ ബാനർ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ അല്ലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ മാർക്കറ്റിംഗ് പെർഫോം ചെയ്യുമ്പം അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണ് എന്നറിയപ്പെടുന്നത് ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, വെബ് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് കമ്പനി അവരുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഓഫേഴ്സിനെ കുറിച്ച് ആരെ അറിയിക്കുന്നു, ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കുന്നതിനെയാണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാനർ അഡ്വർടൈസിംഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി ഓർ ഓഫേഴ്സ്, കമ്പനീസ് പ്രോഡക്റ്റ് ഓർ ഓഫേഴ്സ്. അതായത് ബാനർ അഡ്വർടൈസ്മെൻറ്റ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ഓഫേഴ്സിനെ കുറിച്ചുള്ള വിവരം പബ്ലിക്കിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാനർ അഡ്വർടൈസ്മെൻറ്റ് ആർ പോപ്പുലർ ഫോം ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ്, കം ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ് ഇൻ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ അത്യാവശ്യം പോപ്പുലറൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പല വെബ്സൈറ്റിലും പല സൈസിലും അതുപോലെ തന്നെ പല ഷേപ്പിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. രണ്ടാമത്തേതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് എ സെൻഡിങ് അഡ്വർടൈസ്മെൻറ്റ് ഓർ പ്രോഡക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു പേഴ്സൺസ് ഇമെയിൽ. എന്നാ അവിടെ പറഞ്ഞേക്കുന്നത്, ഇമെയിലിൻ്റെ സഹായത്തോടെ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അത് കമ്പനിയുടെ ഓഫേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തികളുടെയും ഇമെയിലിൽ അയച്ചു കൊടുക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു, ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. Another way of email marketing is adding advertisement to email message sent by other companies or persons to email address of a person. എന്നോട് പറഞ്ഞേക്കുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് നടത്താൻ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്നെങ്കിൽ വ്യക്തികളുടെ പേഴ്സണൽ അഡ്രസ്സിൽ അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സിൽ കൃത്യമായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഏതിൻ്റെ മെസ്സേജ്, അവരുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഓഫീസിനെ കുറിച്ച്. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്ത് ഹെൽപ്പ് ഓഫ് ബാനേഴ്സിൻ്റെ സഹായത്തോടെ ഓൺലൈനിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതിനെ ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇമെയിൽ അല്ലെ ഒന്നെങ്കിൽ കമ്പനിയുടെ മെയിൽ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെയിലിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഓഫീസിനെ കുറിച്ചുള്ള വിവരം സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പാർട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഈസ് എ പ്രോഫിറ്റ് ഷെയറിംഗ് വെഞ്ചർ ബിറ്റ്വീൻ എ വെബ്സൈറ്റ് ഓണർ ആൻഡ് ഈ മാർക്കറ്റിംഗ് ഫെയിം. അതായത് പാർട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, രണ്ടുപേര് സംയോജിച്ച് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഷെയറിംഗ് വെഞ്ചേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് രണ്ടുപേരുണ്ട്, ആരൊക്കെയാ, വെബ്സൈറ്റിൻ്റെ ഓണറും അതുപോലെ തന്നെ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഫെയിമും. ഇപ്പം ഞാനാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഇൻ്റർനെറ്റിൽ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനും അതുപോലെ തന്നെ എനിക്ക് ആ സ്പേസ് തരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അയാൾ. നമ്മളെന്താ, ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ബിസിനസ് അതിൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ആ ഓണറിന് സ്വന്തമായിരിക്കണം എന്നില്ല അല്ലേ. അപ്പം ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ നെടുങ്കണ്ടത്ത് ഒരു കട മേടിക്കുകയാണല്ലോ. അപ്പോൾ ആ കട മേടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഇരിക്കുന്നതിന് ആകെ തുകയുണ്ട്, ഇത്ര രൂപ എന്ന് പറഞ്ഞു അല്ലേ. ആ പൈസ കൊടുത്തുകൊണ്ട് ഞാൻ അത് മേടിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് വെഞ്ചറാണ്. ആരൊക്കെ തമ്മിൽ, വെബ്സൈറ്റ് ഓണറും അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഫെയിമും തമ്മിൽ. The website owner will place advertisement on his website to help the e-marketing firm sell the product or send potential customers to firm's website exchange for the share of profit. എന്നാ ഇവിടെ പറഞ്ഞേക്കുന്നത്, രണ്ടുപേര് തമ്മിലുള്ള കരാറാണ് അല്ലെ, വെബ്സൈറ്റ് ഓണറും അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് നടത്തുന്ന വ്യക്തിയും തമ്മിൽ അല്ലെ. അപ്പോൾ ഈ മാർക്കറ്റിംഗ് നടത്തുന്ന വ്യക്തി, ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് വെബ്സൈറ്റ് ഓണർ എന്ത് ചെയ്യുന്നു, അയാളുടെ വെബ്സൈറ്റ് വിട്ടു തരുന്നു അല്ലെ, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ പ്ലേസ് വിട്ടു തരുന്നു.
അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുക്കുന്നു, അല്ലാന്ന് വരികിൽ എന്ത് ചെയ്യുന്നു? അവരെത്രയാണോ എൻ്റെ അടുത്ത് ക്യാഷ് ഡിമാൻഡ് ചെയ്യുന്നത് അത് പേ ചെയ്തുകൊണ്ട് നടത്തുന്ന മാർക്കറ്റിംഗ് ആണ് എന്ന് വിളിക്കുന്നത് പാർട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. മെനി പീപ്പിൾ search the internet by using search engines such as Google, Yahoo, MSN, Ask.com and Bing than any other applications. എന്നോട് പറഞ്ഞേക്കുന്നത് സാധാരണ രീതിയിൽ നമുക്കറിയാം, നെറ്റിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി പല സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇതനുസരിച്ചാണ് നമ്മൾ ഓരോന്നും അല്ലെങ്കിൽ ഓരോന്നിലേക്കും പോകുന്നത് അല്ലേ? ഇപ്പം ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട്, യാഹു ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻസ് ആണ്. സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് വിളിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സെർച്ച് എഞ്ചിൻസ് ഹെൽപ്പ് ദ പീപ്പിൾ ടു ഈസിലി ഫൈൻഡ് തിങ്സ് ഓൺ ഇന്റർനെറ്റ്. ഇത് എന്തിനു സഹായിക്കുന്നു? പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റിലുള്ള ആ ഒരു സംഭവം നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. So the companies list or register their names in important search engines to increase the visibility in search engine result pages. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കമ്പനീസ് ഈ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ വിസിറ്റേഴ്സിന് പെട്ടെന്ന് ആ ഒരു സംഭവം ഫൈൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ കമ്പനികളും തന്നെ അല്ലെങ്കിൽ ആവശ്യമുള്ള കമ്പനികളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. ഇത്രയൊക്കെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ബാനർ അഡ്വർടൈസ്മെന്റ്, ഇ മാർക്കറ്റിംഗ്, പാർട്ണർഷിപ്പ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇനി അടുത്തത് ഗ്രീൻ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ് ഈസ് എ വേ ഓഫ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പന്നം പരമാവധി വിറ്റ് തീർക്കുക അല്ലെങ്കിൽ സർവീസ് പരമാവധി വിറ്റ് തീർക്കുന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താ? ദെയർ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താ? പരിസ്ഥിതിപരമായിട്ട് എന്തെങ്കിലും ഗുണപ്രദമായിട്ടുള്ള രീതിയിലായിരുന്നു അവർ അത് ചെയ്യുന്നത്. ദ പ്രൊഡക്റ്റ് ആർ മാനുഫാക്ചർഡ്, പാക്ക്ഡ് ആൻഡ് മാർക്കറ്റഡ് ഇൻ എക്കോ ഫ്രണ്ട്ലി മാനർ. എന്താണ് പറഞ്ഞത്? അവിടെ ഉണ്ടാക്കുന്ന സാധനമാണെങ്കിലും ശരി, സേവനമാണെങ്കിലും ശരി, അത് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും വിപണനം നടത്തുന്നതും എപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രകൃതിക്ക് യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ലാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ഗ്രീൻ മാർക്കറ്റിംഗ് ഈസ് അതർവൈസ് നോൺ ആസ് എൻവയോൺമെന്റൽ മാർക്കറ്റിംഗ് ഓർ എക്കോ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗിനെ നമുക്ക് എൻവയോൺമെന്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എക്കോ മാർക്കറ്റിംഗ് എന്നും വിളിക്കാവുന്നതാണ്. ഇനി അടുത്ത അതിന്റെ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, സസ്റ്റൈനബിൾ വേ ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് റിഡ്യൂസ്ഡ് വേസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എനർജി കോസ്റ്റ് ഓർ യൂസേജ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. എന്നാണ് പറഞ്ഞേക്കുന്നത്? എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പരമാവധി എങ്ങനെയായിരിക്കും? കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ വേസ്റ്റുകളൊക്കെ പരമാവധി കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ? നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താ? എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേസ്റ്റ് ആകാതെ അല്ലേ? പിന്നെയും അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്, ആബ്സെൻസ് ഓഫ് എനി ടോക്സിൻസ് മെറ്റീരിയൽസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് പാക്കിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാം ദ എൻവയോൺമെന്റൽ ഇൻ എനി മാനർ. എന്നാണ് പറഞ്ഞേക്കുന്നത്? പ്രകൃതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന വിഷാംശമുള്ള യാതൊരു വിധ അല്ലേ? പ്രകൃതിയിലും അതുപോലെ തന്നെ പ്രകൃതി ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും യാതൊരുവിധ ദോഷഫലങ്ങളും ഉണ്ടാകാത്ത മെറ്റീരിയൽസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് പോസിബിൾ ടു റീസൈക്കിൾ ആൻഡ് കൺവേർട്ട് ദ സ്ക്രാപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഇൻ ടു ന്യൂ പ്രൊഡക്റ്റ്. ഇതിനെ എന്തായിരിക്കും? റീസൈക്കിൾ അല്ലെ, പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ അക്രികളൊക്കെ എന്തുണ്ടെന്ന് വരികൾ എന്ത് ചെയ്യുന്നു? അതൊരു പുതിയ ഉൽപ്പന്നമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൂടുതലായിട്ടും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. റിന്യൂവബിൾ മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെ, പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസുകളൊക്കെയാണ് ഉൽപ്പന്നത്തിന് വേണ്ടി കൂടുതലായിട്ട് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് എപ്പോഴും എങ്ങനെയായിരിക്കും? എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. ദ പ്രൊഡക്റ്റ് ഈസ് റിപ്പയറബിൾ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് അല്ലേ, പിന്നെ എന്താ റിപ്പയറുകൾ ഉണ്ടാകുമെങ്കിൽ അല്ലേ, പിന്നെ നന്നാക്കി പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദ പ്രൊഡക്ഷൻ പ്രോസസ് ഡസ് നോട്ട് യൂസ് animals to test the product. അതുപോലെ തന്നെ എന്താ? നമ്മൾ പഠിച്ചു അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ. പ്രകൃതിക്കും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന ജീവജാലങ്ങളെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സുകളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? അവിടെയുള്ള ആനിമൽസിനെ ഒന്നും ഇതിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒന്നിനും തന്നെ ഉപയോഗിക്കുന്നില്ല.
ഇനി അടുത്തത് ഗ്രീൻ മാർക്കറ്റിംഗിന്റെ മാർക്കറ്റിംഗ് മിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ്, ദ പ്രൊഡക്റ്റ് ഹാവ് ടു മെയ്ഡ് ഫ്രം റീസൈക്കിൾ ആൻഡ് റിന്യൂവബിൾ മെറ്റീരിയൽസ്. നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ദ പ്രൊഡക്റ്റ് ഹാസ് യൂസ് എക്കോ ഫ്രണ്ട്ലി റോ മെറ്റീരിയൽസ്. എന്താ, പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മെറ്റീരിയൽസ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അടുത്തത് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് മാച്ച് ദ പെർസീവ്ഡ് വാല്യൂ ഓഫ് ദ കൺസ്യൂമേഴ്സ്. പ്രൈസ് എപ്പോഴും എങ്ങനെയായിരിക്കും, കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന ആ ഒരു അവർ പ്രതീക്ഷിക്കുന്ന ആ മൂല്യത്തിന് ഉതകുന്ന രീതിയിലുള്ള വിലയായിരിക്കും. എക്സസീവ് ആൻഡ് അൺഫെയർ പ്രൈസിങ് ആർ എഗനസ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടുള്ള വില, അതുപോലെ തന്നെ അതിൻ്റെ ഗുണത്തിന് യോജിക്കാത്ത വിലയൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതിന് റിവേഴ്സ് ആയിട്ട് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനെക്കാട്ടിൽ സംതിങ് കൂടുതലായിട്ട് കൊടുക്കുന്നതല്ലാതെ അവർക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന വിലകളൊന്നും അവിടെ ഫിക്സ് ചെയ്യാറില്ല. ഇനി അടുത്ത പ്ലേസ്, ദ ഫേം ഷുഡ് അഡോപ്റ്റ് എക്കോ ഫ്രണ്ട്ലി വേസ് ലോജിസ്റ്റിക് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. എന്നോട് പറഞ്ഞേക്കുന്നത് അത് വിതരണം ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ലോജിസ്റ്റിക്കും അല്ലെ, സാധനങ്ങളും സേവനങ്ങളും കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതിനെയാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതും എങ്ങനെയായിരിക്കും, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആയിരിക്കും. ഇനി അടുത്തത് പ്രൊമോഷൻ. എക്കോ ഫ്രണ്ട്ലി പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഹാവ് ടു അഡോപ്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ ടു അഡ്ഹിയർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് മാർക്കറ്റിംഗിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന എല്ലാ വിപണന തന്ത്രങ്ങളും എങ്ങനെ തന്നെയായിരിക്കും, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും അല്ലെ, പ്രകൃതിക്ക് യാതൊരുവിധ ദോഷഫലങ്ങളും വരാത്ത രീതിയിലുള്ള രീതിയായിരിക്കും. This helps to reduce the sound and environmental pollutions to a great extent. ഇത് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു സൗണ്ട് പൊല്യൂഷനും അതുപോലെ ഉണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന മലിനീകരണങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. ഇനി അടുത്തത് ബെനിഫിറ്റ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ് എൻവിസേജ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, എൻവിസേജസ് പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ്. ഗ്രീൻ മാർക്കറ്റിംഗ് എപ്പോഴും എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പരമാവധി പൊല്യൂഷൻ ഇല്ലാതെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ പ്രാധാന്യം കൊടുക്കുന്നു. Companies adopt eco-friendly production process which limits or completely avoids the different kinds of environmental pollutions. Eco-friendly ആയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, പരമാവധി മലിനീകരണങ്ങൾ ഒഴിവാക്കി ചെയ്യുന്നതിന് ഇവര് ശ്രദ്ധ കൊടുക്കുന്നു. This improves the quality of life of the people. ഇത് എന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. രണ്ടാമത്തെ, കൺസ്യൂമേഴ്സ് വിൽ ഗെറ്റ് സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്താ, ഏറ്റവും നല്ല ഗുണത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും കിട്ടുന്നതിന് സഹായിക്കുന്നു. മൂന്ന്, പീപ്പിൾ വിൽ ബി മോർ അട്രാക്റ്റഡ് ടു ഗ്രീൻ പ്രൊഡക്റ്റ് ആൻഡ് ദിസ് ഇൻക്രീസ് ദ സെയിൽസ് വോളിയം ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. എന്നോട് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം, വ്യക്തികൾ എപ്പോഴും അല്ലെ, ഈവൻ നമ്മൾ തന്നെ എപ്പോഴും എന്തായിരിക്കും, പ്രകൃത്യ ഉള്ള സംഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുവഴി എന്താ, സെയിൽസ് കൂടുന്നതിനും പ്രോഫിറ്റ്, ആ കമ്പനികളുടെ സെയിൽസ് കൂടുന്നതിനും പ്രോഫിറ്റ് കൂടുന്നതിനും സഹായിക്കുന്നു. 4, ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ടു സസ്റ്റെയിൻ ദ മാർക്കറ്റ് ഫോർ ലോങ് വിത്തൗട്ട് ഹാർമിംഗ് ദ നേച്ചർ. എന്നോട് പറഞ്ഞേക്കുന്നത് വിപണിയിൽ നിന്ന് വിട്ടുപോകാതെ ദീർഘകാലത്തേക്ക് വിപണിയിൽ നിലനിർത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്തത്, increase the reputation and image of the companies which help them to lot of their growth and expansion of the business. അതുപോലെ തന്നെ കമ്പനികളുടെ പ്രതിച്ഛായ, റെപ്യൂട്ടേഷൻ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. It reminds the companies about their commitment towards the society and environment. അതുപോലെ തന്നെ കമ്പനീസിനെ ഇത് ഓർമ്മപ്പെടുത്തുന്നു, ഏത് ഗ്രീൻ മാർക്കറ്റിംഗ് ഓർമ്മപ്പെടുത്തുന്നു, എന്താ, സമൂഹത്തിനോട് അതുപോലെ തന്നെ ആ പരിസ്ഥിതിയോട് ആ കമ്പനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് അധികം പോരായ്മകളും ഇതിനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗ്രീൻ മാർക്കറ്റിംഗ് ഈസ് കോസ്റ്റ്ലി അഫെയർ അല്ലേ. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതിക്ക് യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ലാതെ ചെയ്യണമെങ്കിൽ അതിന് എന്തായിരിക്കും, അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം ചെയ്യണമെന്ന് വരികയിൽ പരമാവധി ചിലവ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ, സംടൈംസ് കമ്പനീസ് ലേബൽ ദെയർ ഇൻഫീരിയർ പ്രൊഡക്റ്റ് ആസ് ഗ്രീൻ പ്രൊഡക്റ്റ് ആൻഡ് മേക്ക് ഫാൾസ് ക്ലൈംസ് ടു ചീറ്റ് ദ കസ്റ്റമേഴ്സ്. എന്നോട് പറഞ്ഞേക്കുന്നത് ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ലേബിൾ ചെയ്ത് വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ലേബിൾ വെച്ചുകൊണ്ട് നമ്മൾ സാധനം മേടിക്കും, പക്ഷെ എന്താ, അതിനുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു തരും, പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണം നിർബന്ധം ഇല്ല. മൂന്നാമത്തെ, ഗ്രീൻ മാർക്കറ്റിംഗ് റിക്വയർസ് ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഗ്രീൻ മാർക്കറ്റിംഗിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചിലവാക്കേണ്ടി വരുന്നു അല്ലെ. റിസർച്ചും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെവി ഇൻവെസ്റ്റ്മെന്റ്, കൂടുതലായിട്ട് എഫേർട്ടും അതുപോലെ കൂടുതലായിട്ട് ക്യാഷും ഒക്കെ വേണ്ടി വരുന്നു.
പിന്നെ നാലാമത്തെ ഗ്രീൻ പ്രൊഡക്റ്റ് മേ ബി എക്സ്പെൻസീവ് ദാൻ ദ ഓർഡിനറി പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസ് സെൻസിറ്റീവ് കൺസ്യൂമേഴ്സ് മേ റെഫ്യൂസ് ദ ബൈ ഗ്രീൻ പ്രൊഡക്റ്റ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സാധാരണ ഉൽപ്പന്നത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് താരതമ്യേന വില കൂടാൻ സാധ്യതയുണ്ടെന്നല്ല, വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ, വില കൂടുതൽ സാധനങ്ങൾ സാധാരണ ഒരു സാധാരണ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വില കൂടിയ സാധനങ്ങളായിരിക്കും, കുറഞ്ഞ സാധനങ്ങളായിരിക്കും മേടിക്കുന്നത്, കുറഞ്ഞ സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് കൂടുതൽ സെയിൽസ് നടക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമൊന്നും വരികയില്ല. പിന്നെ അടുത്തത് ലാക്ക് ഓഫ് അവയർനെസ്, ട്രസ്റ്റ് ആൻഡ് കൺഫ്യൂഷൻ എമംഗ് ദ കൺസ്യൂമേഴ്സ് മേ ലിമിറ്റ് ദ സ്കോപ്പ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ അറിവ്, ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറവ് കിട്ടുന്ന അവസ്ഥ, അതുപോലെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ അല്ലേ. സത്യമായിരിക്കും വേല എന്നൊക്കെ ഒരു ചിന്താഗതികൾക്ക് മനുഷ്യർ വന്നിട്ടുണ്ടെങ്കിൽ അവരത് പർച്ചേസ് ചെയ്യുമോ? ഇല്ല. ഇതൊക്കെ ഗ്രീൻ മാർക്കറ്റിങ്ങിൻ്റെ പോരായ്മകളാണ്. ഇനി അടുത്തത് ടെലിമാർക്കറ്റിംഗ്. ടെലിമാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല, അത്യാവശ്യം അറിയാലോ, എന്നാലും നോക്കിക്കോ. ടെലിമാർക്കറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻ വിച്ച് ദ സെയിൽസ്മാൻ റിക്വസ്റ്റ് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ഓവർ ദ ടെലിഫോൺ ടു പർച്ചേസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ കമ്പനി. എന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നം മേടിക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു. ഏതിൻ്റെ സഹായത്തോടെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെലിഫോൺ നെറ്റ്വർക്ക് അല്ലേ. ടെലിഫോണിൻ്റെ സഹായത്തോടെ ഒരു കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുക അല്ലെങ്കിൽ അവരെ അത് മേടിക്കാൻ, ആ ഒരു ഉൽപ്പന്നം, നമ്മുടെ കമ്പനീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് മേടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഏതിൻ്റെ സഹായത്തോടെ? ഫോണിൻ്റെ സഹായത്തോടെ പറയുന്നതിനെയാണ് ടെലിമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൻസൈഡ് സെയിൽസ്. ഇതുകൊണ്ട് തന്നെ ഇതിനെന്തെന്ന് വിളിക്കാം? ഇൻസൈഡ് സെയിൽസ് എന്ന് വിളിക്കാം. ഇനി അടുത്തത് പ്രോസസ് ഓഫ് ടെലിമാർക്കറ്റിംഗ്. ടെലിമാർക്കറ്റിംഗ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഫ്രം ദ ഓഫീസ് ഓഫ് ദ കമ്പനി or from the home of a salesperson. Usually companies appoint a live of operator or recorded messages for calling the customers. എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ടെലിമാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നതിന് അവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? സെയിൽസ്മാനിന് അല്ലേ, സെയിൽസ് നടത്തുന്ന വ്യക്തികൾക്ക് ഒന്ന് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇയാളുടെ സെപ്പറേറ്റ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഓരോ കസ്റ്റമേഴ്സിനെയും എന്ത് ചെയ്യാം? ഫോൺ വിളിച്ച് ഇവരുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ കമ്പനീനെ കുറിച്ച് പരിചയപ്പെടുത്താം അല്ലേ. സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ലൈവായിട്ട് അല്ലേ, ഒരാളെ അവിടെ ഇരുത്തി ലൈവായിട്ട് അന്നേരം തന്നെ വിളിപ്പിക്കാം. അല്ലാന്ന് വരികൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡഡ് മെസ്സേജുകൾ ഇട്ട് കൃത്യമായിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. നമ്മുടെ ഫോണിനകത്തൊക്കെ വരുന്നത് അതിന് എക്സാമ്പിളാണ്. ഇൻ ദ കേസ് ഓഫ് റെക്കോർഡഡ് മെസ്സേജ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് ടെലിമാർക്കറ്റിംഗ്. റെക്കോർഡ് മെസ്സേജസ് ആണെന്ന് വരികയില്ല, അതിനെ നമുക്ക് എന്ത് വിളിക്കുന്നു? ഓട്ടോമാറ്റിക് ടെലിമാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. certain companies establish call centers for the contacting the prospective customers. ചില കമ്പനികൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് കോൾ സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. കോൾ സെൻറ്റേഴ്സ് ഈസ് റെഫർ ടു ഹബ് ഓർ സെൻട്രൽ പോയിന്റ് ഓഫ് ദ ടെലിമാർക്കറ്റിംഗ്. ഈ കോൾ സെൻറ്റേഴ്സ് ആണ് ടെലിമാർക്കറ്റിങ്ങിൻ്റെ ഹബ് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. ഇവിടെ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോരുത്തരും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ഫുൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരിക്കും? വരാനുള്ളവരെ അല്ലെ, ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ അവരുടെ നമ്പേഴ്സിൽ വിളിക്കുന്നു. അതുപോലെ തന്നെ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ വിത്ത് ഹെൽപ്പ് ഓഫ് ഫോണിൻ്റെ സഹായത്തോടെ വിളിച്ച് നമ്മുടെ കമ്പനീനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകളെ കുറിച്ചും അവിടെ ഓഫർ ചെയ്യുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെലിമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ സെപ്പറേറ്റ് ഓഫീസ്, അവിടെയുള്ള പ്രോസസ്സ്, അവിടെയുള്ള പ്രക്രിയ, അവിടെയുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന് സെപ്പറേറ്റ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള വ്യക്തികൾ തന്നെ മാറി മാറി ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് പ്രോസസ് ഓഫ് ടെലിമാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇനി അടുത്ത അതിൻ്റെ അഡ്വാൻറ്റേജസ്. People can skip the advertisement in television channels and newspapers and the internet, but cannot be knowingly miss or avoid that ringing telephone. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. TV-ലൊക്കെ ആണെങ്കിൽ പരസ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചാനൽ മാറ്റി വെക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെയാണ് നമ്മൾ പേജ് മറിച്ചു കൊടുക്കും. പക്ഷേ ടെലിഫോൺ ആണെങ്കിൽ അത് അടിക്കുമ്പോഴത്തേക്ക് ആരാണ് എന്ന് അറിയാനെങ്കിൽ നമ്മൾ പോയി ഫോൺ അറ്റൻഡ് ചെയ്യും അല്ലേ. നമുക്കതിനെ ഇപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റിയെന്ന് വരിക. രണ്ടാമത്തെ, ഡയറക്റ്റ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ടെലിമാർക്കറ്റിംഗ് മോട്ടിവേറ്റ്സ് ദ പീപ്പിൾ ടു പർച്ചേസ് കമ്പയർഡ് ടു ഇംപേഴ്സണൽ അഡ്വർടൈസ്മെന്റ് ഇൻ TV ചാനൽസ് ആൻഡ് അതർ മീഡിയ അല്ലേ. TV ചാനൽ അതർ മീഡിയ വഴി ഉണ്ടാകുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ നമ്മൾ കാണാം അല്ലെ, നേരിട്ടുള്ള ബന്ധപ്പാടാണ് അല്ലെ, വേറൊരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ടെലിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ, അതിനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് അഡ്വർടൈസ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മോട്ടിവേറ്റഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, ടെലിമാർക്കറ്റിംഗ് തന്നെയായിരിക്കും. അടുത്ത മൂന്നാമത്തെ, ഇറ്റ് എസ്റ്റാബ്ലിഷ് എ പ്ലാറ്റ്ഫോം ഫോർ ഇന്ററാക്ഷൻ വിത്ത് ദ കമ്പനി. അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു വേദിയായിട്ട് ഇതിനെ പരിഗണിക്കുന്നു. അടുത്തത്, ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഇൻ ടെലിമാർക്കറ്റിംഗ്. ടെലിമാർക്കറ്റിംഗ് പ്രത്യേകിച്ച് സമയപരിമിതികളൊന്നുമില്ല. നേരം വെളുപ്പിന് തൊട്ട് വൈകുന്നേരം വരെ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം.
ഇനി അടുത്തത്, in order to maintain the good customer relations, telemarketing companies usually establish help desk for providing after sale service and settlement of customer complaints. അതുപോലെ തന്നെ ടെലിമാർക്കറ്റിംഗ് എപ്പോഴും എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സുമായിട്ട് ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിന് പരമാവധി പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, സെയിൽ ആഫ്റ്റർ സർവീസും അതുപോലെ തന്നെ എന്താ ഗ്യാരണ്ടി വാറണ്ടിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്ന് വരികിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുന്നതിനൊക്കെ ഇവർ പരമാവധി ശ്രദ്ധ കൊടുക്കുന്നു. ഇനി അടുത്തത് ഇതിൻ്റെ പോരായ്മകൾ. Most telemarketing calls are cold calls or not requested by customers and they are considered as the meaningless or useless calls. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടുതലായിട്ടും ടെലിമാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാതെ വരുന്നതാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, അതൊരു ശല്യമായിട്ട് അവർ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, പീപ്പിൾ ഓൾവേസ് ട്രൈ ടു അവോയ്ഡ് ദ അഡ്വർടൈസ്മെന്റ് അല്ലേ. വ്യക്തികൾ എപ്പോഴും എന്താ അഡ്വർടൈസ്മെന്റ് കോളുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ. ഈ ഐഡിയയുടെ തന്നെ കോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിടാറുണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെ, മോർ പീപ്പിൾ ആർ സീക്കിംഗ് ways to avoid unwanted calls, particularly telemarketers because people consider the marketing calls as nuisance. എന്നാ ഇവിടെ പറഞ്ഞേക്കുന്നത്, ആവശ്യമില്ലാതെ വരുന്ന കോളുകൾ അല്ലേ. ഇപ്പം എല്ലാവർക്കും മനുഷ്യനെല്ലാം ഭയങ്കര തിരക്കായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ല അല്ലേ. അപ്പം ഇങ്ങനെ ആവശ്യമില്ലാതെ വരുന്ന കോളുകളൊക്കെ എന്താ ഇത് അങ്ങനെ വിളിക്കുന്നത്, അതുപോലെ അവരുടെ സംസാരമൊക്കെ എന്താ പരമാവധി ഒരു ശല്യമായിട്ട്, ഒരു ശല്യക്കാരനായിട്ട് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഫ്രോഡ് ആർ വെരി കോമൺ ഇൻ ദ ഫീൽഡ് ഓഫ് ടെലിമാർക്കറ്റ്. അതുപോലെ തന്നെ എന്താ കള്ളത്തരങ്ങൾ അല്ലേ കൂടുതലായിട്ട് വരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ടെലിമാർക്കറ്റിംഗ് തന്നെയാണ്. ഇനി അടുത്തത്, ടൈപ്സ് ഓഫ് ടെലിമാർക്കറ്റിംഗ്. എത്ര രീതിയിലുള്ള ടെലിമാർക്കറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻബൗണ്ട് ടെലിമാർക്കറ്റിംഗ്. ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ റെസ്പോൺസ് ഓഫ് ദ കമ്പനീസ് ടു കോൾസ് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് അഡ്വർടൈസിംഗ് പബ്ലിസിറ്റി ഓർ എഫോർട്ട് ഓഫ് ദ സെയിൽസ് പേഴ്സൺ. അതായത് ഞാനൊരു കമ്പനി ആണെങ്കിൽ, കമ്പനിയിലെ സെയിൽസ്മാൻ ആണെങ്കിൽ എൻ്റെ പ്രയത്നം വഴി അല്ലെ, ഞാൻ അഡ്വർടൈസ്മെന്റ് നടത്തുന്നത് വഴിയോ പബ്ലിസിറ്റി കൊടുക്കുന്നത് വഴിയോ ഒക്കെ, അതല്ലെങ്കിൽ എൻ്റെ മൊത്തം ആ ഒരു പ്രയത്നം വഴി അത് കണ്ട് മറ്റൊരു കസ്റ്റമർ അത് കണ്ട് എന്നെ വിളിക്കുന്നതിനെയാണ് അല്ലെ. അപ്പൊ എവിടെ വരുക, പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് കമ്പനിയിലേക്ക് വരുന്ന കോളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻബൗണ്ട് ടെലിമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇൻകമിംഗ് കോൾസ് മേ ബി ഫോർ പ്രൊഡക്റ്റ് എൻക്വയറി ഓർ പ്ലേസിംഗ് ഓൺ. ഇങ്ങനെ വരുന്ന ഇൻകമിംഗ് കോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തുനിന്ന് കമ്പനിയിലേക്ക് വരുന്ന കോളുകളാണ് ഇൻബൗണ്ട്. ഈ ഇൻബൗണ്ട് കോൾസുകൾ അല്ലെങ്കിൽ ഇൻകമിംഗ് കോൾസുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എവിടെ പോകുന്നു, കസ്റ്റമേഴ്സിലേക്ക്, കമ്പനിയിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് പോകുന്നതാണ് ഇത് ഔട്ട്ബൗണ്ട് ടെലിമാർക്കറ്റിംഗ്. This is the opposite of inbound telemarketing. In this case, telemarketing company directly calls the prospective customers and requests them to purchase this product. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ ഓർഡർ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിട്ടിട്ടുണ്ടെന്ന് അന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന കോളാണ് ഇത് ഔട്ട്ബൗണ്ട് ടെലിമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത, ഓട്ടോമേറ്റഡ് ടെലിമാർക്കറ്റിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ടെലിമാർക്കറ്റിംഗ് യൂസസ് പ്രീ റെക്കോർഡഡ് മെസ്സേജ് ഓർ കോൾസ് ഫോർ കോൺടാക്ടിംഗ് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. എന്താ, കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻപേ അല്ലെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജുകളെ അല്ലെങ്കിൽ കോളുകളെയാണ് എന്ത് വിളിക്കുന്നത്, ഓട്ടോമേറ്റഡ് ടെലിമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമ്മുടെ ഐഡിയ, BSNL പോലെ ഉള്ള ഇതിൻ്റെ അകത്ത് വരുന്ന കോളുകളെല്ലാം അല്ലെ, അവരുടെ കോളുകളെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഏതിനാണ്, ഓട്ടോമേറ്റഡ് ടെലിമാർക്കറ്റിംഗ് എക്സാമ്പിളാണ്. At present, companies use interactive voice response technology in telemarketing. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് IVR ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വൈറൽ മാർക്കറ്റിംഗ്. The concept of viral marketing is that people pass or tell what they know about the product to others. The message communicated include both the like or dislike of a person with regard of the product. The main objective of viral marketing is to create product awareness among the potential customers and among the target marketing. Viral marketing is also known as viral advertising or marketing buzz. എന്നോട് പറഞ്ഞേക്കുന്നത് വൈറൽ മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ പറഞ്ഞതിൻ്റെ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, വിത്തൗട്ട് എനി മീഡിയ, യാതൊരുവിധ മീഡിയാസിൻ്റെയും എന്താ ഉപയോഗമില്ലാതെ അല്ലേ, നമ്മൾക്ക് ഉണ്ടാകുന്ന, നമ്മളൊരു ഉൽപ്പന്നം മേടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അത് എന്തായിരിക്കും, അത് ചിലപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യുന്നതായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെടാത്തതായിരിക്കും അല്ലേ. ലൈക്ക് ഓർ ഡിസ്ലൈക്ക് അതെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, വൈറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പം ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയുന്നതിനെയാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്.
അല്ലേ, ഞാൻ എൻ്റെ വാ കൊണ്ടാണ്, മൗത്ത് പബ്ലിസിറ്റിയാണ് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മീഡിയയും ഉപയോഗിക്കുന്നില്ല. വിത്ത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ വാ കൊണ്ട് എന്ത് ചെയ്യുന്നു, പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ വരും. ചിലപ്പം നല്ലതും പറയാം, ചിലപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളും പറയാം. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വൈറൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബുസ് എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ബുസ് മേ ബി ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ് ടോക്ക്, ടെലിഫോൺ കോൾസ്, SMS ഓർ ഇമെയിൽ മെസ്സേജ് റിലേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. It is called a viral because the product information transmitted from customer to customer. വൈറൽ മാർക്കറ്റിംഗ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിൽ നിന്ന് കസ്റ്റമറിലേക്ക് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, വൈറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഫ്രീ അഡ്വർടൈസിങ് അല്ലേ, അഡ്വർടൈസിങ് ഫ്രീ ആണ് അല്ലേ, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അട്രാക്ട് മോർ കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നു, സെയിൽസ് കൂട്ടുന്നു അല്ലെ, ഇൻക്രീസ് ദ സെയിൽസ് വോളിയം. അടുത്തത് ലാർജ് കൺസ്യൂമേഴ്സ് ക്യാൻ റീച്ച് അറ്റ് ഫ്രീ കോസ്റ്റ് അല്ലെ, ഇഷ്ടംപോലെ കൺസ്യൂമേഴ്സിനെ കിട്ടുന്നു യാതൊരുവിധ ചെലവുകളും ഇല്ലാതെ. ഇംപ്രൂവ്ഡ് ബ്രാൻഡ് ഇമേജ് ആൻഡ് കമ്പനി റെപ്യൂട്ടേഷൻ, അതുപോലെ തന്നെ കമ്പനിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്തത് ഇൻക്രീസ് ദ നമ്പേഴ്സ് ഓഫ് വിസിറ്റ് ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനി അല്ലെ, ഇഷ്ടംപോലെ ആൾക്കാർ ആ കമ്പനിയുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകും. ഇനി അടുത്തത് ഡീമാർക്കറ്റിംഗ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു reduce or limit the demand of the consumption of a specific product or service on a permanent or temporary basis. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം എന്താ ഒരു നെഗറ്റീവാണ്. ഡീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡ് പരമാവധി കുറച്ചുകൊണ്ട് വരിക. സാധാരണ മാർക്കറ്റിംഗ് ലക്ഷ്യം എന്തായിരിക്കും, പരമാവധി കൂട്ടിക്കൊണ്ട് വരിക എന്നാണ് അല്ലെ ഡിമാൻഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ചില ഉൽപ്പന്നങ്ങൾക്ക് ഒന്നെങ്കിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അതിൻ്റെ ഡിമാൻഡ് കുറച്ചുകൊണ്ട് വരുന്നതിനെയാണ് റീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? ടെമ്പററി ബേസിസ് ഓർ പെർമനന്റ് ബേസിസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഉൽപ്പന്നത്തിന് അല്ലെ സേവനത്തിന്റെ ഡിമാൻഡ്, അതിന്റെ ഉപഭോഗമൊക്കെ പരമാവധി കുറയ്ക്കുന്നതിനെ ഡീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഡീമാർക്കറ്റിംഗ് യൂഷ്വലി ഇൻവോൾവ്സ് ദ ഓൾട്ടറേഷൻ ഓഫ് ദ മാർക്കറ്റ് മിക്സ് കമ്പോണൻസ് ടു എഫക്ട് ദ ലെസർ ഡിമാൻഡ് വെൻ ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ട് ഫോർ ഫെയിം ടു മീറ്റ് ദ എക്സസ് ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. എന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡീമാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് സാധാരണ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് മിക്സിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ്, വ്യതിയാനങ്ങളൊക്കെ വരുത്തുന്നു. ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കൂടിപ്പോകാതെ കുറച്ചുകൊണ്ട് വരുന്നത്. ഡീമാർക്കറ്റിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ അതിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് ഇത്. വില കൂട്ടുന്നത്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കുറയ്ക്കുന്നത്, അതുപോലെ തന്നെ പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത്, ഓർ വിഡ്രോയിങ് പ്രൊഡക്റ്റ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ് ഒക്കെ കുറച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഡീമാർക്കറ്റിംഗ് ഈസ് കൺസിഡേർഡ് ആസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഡീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റിംഗിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇത് ഡീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്സിന്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് ദ കസ്റ്റമേഴ്സ് ടു general or certain classes of customers in particular or either temporary or permanent basis. എന്നവിടെ പറഞ്ഞേക്കുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ഉൽപ്പന്നത്തിന്റെ സേവനത്തിന്റെ ഡിമാൻഡ് കുറച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ അതിലേക്കുള്ള കസ്റ്റമേഴ്സിന്റെ താല്പര്യം അല്ലെ എൻകറേജ് ചെയ്യുന്നതിനെക്കാട്ടിലും ഡിസ്കറേജ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് പരമാവധി കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അല്ലേ. നേരത്തെ മോഹൻലാൽ, ജയസൂര്യ ഒക്കെ കൃത്യമായിട്ട് പറയാൻ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഡിമാൻഡ് പരമാവധി കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താ ടുബാക്ക പോലുള്ള സംഭവങ്ങൾ അല്ലേ, അതിന് കൂടുതൽ പബ്ലിസിറ്റി ആരും കൊടുക്കാറില്ല, പക്ഷെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ടൈപ്സ് ഓഫ് ഡീമാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ, ജനറൽ ഡീമാർക്കറ്റിംഗ്. This product when the sellers attempts to reduce the total demand of the product. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഉൽപ്പന്നത്തിന്റെ പൊതുവെ ഉള്ള ഡിമാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ജനറൽ ഡീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സപ്ലൈസ് ഓഫ് വാട്ടർ, ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി ആൻഡ് അതർ സ്കേഴ്സ് നാച്ചുറൽ റിസോഴ്സസ് യൂസ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി കാമ്പയിൻസ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജ്, എക്സസീവ് യൂസ് ആൻഡ് ഡിമാൻഡ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആയിട്ടുള്ള വെള്ളം അല്ലെ, ഫ്യൂവല്, ഇലക്ട്രിസിറ്റി, ഇതുപോലുള്ള സ്കേഴ്സ് റിസോഴ്സസിന്റെ എല്ലാം ഉപയോഗങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നടത്തുന്നത് ഏതിൻ്റെ അകത്ത് വരും, ജനറൽ ഡീമാർക്കറ്റിംഗ് എന്ന കാറ്റഗറിയിൽ വരും. ഇനി അടുത്തത് സെലക്റ്റീവ് ഡീമാർക്കറ്റിംഗ്. ഇൻ ദിസ് കേസ് ഫെയിം ഡിസ്കറേജ് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഫ്രം ദ സർട്ടൻ ക്ലാസസ് ഓഫ് കസ്റ്റമേഴ്സ്. ഒരു പ്രത്യേക ക്ലാസ്സിലുള്ള കസ്റ്റമേഴ്സിന്റെ അല്ലേ
ഡിമാൻഡ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലുള്ള ആൾക്കാരെ ആ ഒരു സാധനം മേടിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെലക്റ്റീവ് ഡിമാർക്കറ്റിംഗ്. ഇതെല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, കുറച്ച് ആൾക്കാരാണ്. എന്നോട് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ പറഞ്ഞേക്കുവാണെങ്കിൽ എന്താ, 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലേ, പ്രത്യേകം പറയുന്നുണ്ട്, അവരിത് ഉപയോഗിക്കാൻ പാടില്ല, അല്ല ആരും ഉപയോഗിക്കരുത്, ഇതിൻ്റെ ദോഷങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കവറിങ്ങിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ആരെ? 18 വയസ്സുള്ള. ഇനി അടുത്ത ഒബ്സ്റ്റക്കിൾ ഡിമാർക്കറ്റിംഗ്. ദിസ് ഒക്കേഴ്സ് വെൻ ദ ഫെയിം ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ സ്കേർസിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റിംഗ് ഇൻക്രീസ് ഡിമാൻഡ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡ് പരമാവധി വർദ്ധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൃത്രിമമായിട്ട് സ്കേർസിറ്റി, ദൗർലഭ്യം നിർമ്മിക്കുന്നു. ദിസ് കൺസ് ദ കമ്പനീസ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. ഇതെന്തിനു സഹായിക്കുന്നു? ആ കമ്പനികൾക്ക് ആ ഉൽപ്പന്നത്തിന്റെ വില പെട്ടെന്ന് തന്നെ കൂട്ടുന്നതിന് ഇത് സഹായിക്കും. ഇനി അടുത്തത് റീമാർക്കറ്റിംഗ്. റീമാർക്കറ്റിംഗ് ഈസ് aimed at encouraging the renewed use of product in which the market industry has declined. എന്നവിടെ പറഞ്ഞേക്കുന്നത് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ, പുതിയ ഉൽപ്പന്നമായിട്ട് അവതരിപ്പിച്ച് മാർക്കറ്റിംഗ് പിന്നെയും അല്ലേ എൻകറേജ് ചെയ്യുന്നതിന്, ഡിസ്കറേജ് ചെയ്യുന്നതിന് പകരം എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെയും പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുതിയ ലേബിൽ വന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളെ മേടിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. It involves the reintroduction of a product or service as a result of steep fall in the sales. എന്ത് ചെയ്യുന്നു? സെയിൽസ് കുറഞ്ഞു പോകാതെ ഉൽപ്പന്നത്തിനെ, സർവീസസിനെ എന്ത് ചെയ്യുന്നു? റീപ്രൊഡക്ഷൻ ചെയ്ത് അവതരിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇത്. The success of the remarketing strategy depends on the understanding of the market factors that have caused a fall in product demand. എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രൊഡക്റ്റിന് ഡിമാൻഡ് പരമാവധി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് കുറഞ്ഞു പോകാതെ പിന്നെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പാക്കേജിങ്ങിലോ അതിൻ്റെ പ്രൊഡക്ഷനിലോ അല്ലേ റീപ്രൊഡക്ഷൻ നടത്തി അല്ലെങ്കിൽ റീപ്രൈസ്ഡ് നടത്തി അതുപോലെ തന്നെ റീപാക്കിംഗ് ഒക്കെ നടത്തി എന്ത് ചെയ്യുന്നു? പോയ ഡിമാൻഡിനെ പിന്നെയും കൂട്ടിയെടുക്കുന്നതിനെ അല്ലേ, വിട്ടുപോയ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ അല്ലെങ്കിൽ ഡിസ്കറേജ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് വിളിക്കുന്നത് റീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. In remarketing, a product is relaunched with additional benefit and features as to impress the customers. എന്താ അവിടെ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? പിന്നെ റീലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? എത്രയാണോ നേരത്തെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് അതിനേക്കാളും ആ അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ആ വിപണിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റീമാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് സിങ്ക്രോ മാർക്കറ്റിംഗ്. ദ ലിറ്റററി മീനിങ് ഓഫ് ടേം സിങ്ക്രോ ഈസ് ഗോയിങ് ടു ദ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിച്ചു പോവുക എന്നുള്ളതാണ് അതിന്റെ ലിറ്റററി മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിങ്ക്രോ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ പാറ്റേൺ ഓഫ് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് വിത്ത് ദ ഐഡിയൽ പാറ്റേൺ ഓഫ് സപ്ലൈ. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിമാൻഡിനെയും സപ്ലൈനെയും ഒന്നിച്ച് അല്ലെ സിങ്ക്രണൈസ് ചെയ്ത് അല്ലെ ഒന്നും കുറഞ്ഞു പോകാതെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിങ്ക്രോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. It attempts to balance out the seasonal or cyclical fluctuations in demand. ഇവിടെ എന്ത് ചെയ്യുന്നു? രണ്ടും അല്ലെ, ചില സാധനങ്ങൾ ചില സീസണിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെ, ചില സീസണിലായിരിക്കും ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതൽ അല്ലെ. അപ്പൊ എന്താ, വേരിയേഷൻസ് വരുത്താതെ അല്ലെ, ഡിമാൻഡിൽ സപ്ലൈയിൽ വേരിയേഷൻസ് വരുത്താതെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിങ്ക്രോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. The condition of fall demand of a product is the present situation of a company, but this condition is not constant. Irregularities may occur in the demand of a result of the changes in condition of market and changes in the need and wants of the customers. It is highly essential for the companies to synchronize the demand of a product with the supply. The process of adjusting or balancing the demand and supply known as syncro market. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ചില സമയങ്ങളിൽ ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലാണ്, അതുപോലെ തന്നെ ഡിമാൻഡ് കുറവാണ് അല്ലെ. പക്ഷേ ഇത് സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന പ്രോസസ് അല്ല അല്ലെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ വ്യത്യാസം വരും. അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ വരാതെ ഡിമാൻഡിനെയും സപ്ലൈനെയും ഏകദേശം ഒരേ രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതിനെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിങ്ക്രോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഗൊറില്ല മാർക്കറ്റിംഗ്. ഗൊറില്ല മാർക്കറ്റിംഗ് ഈസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് റിലേറ്റഡ് ക്യാമ്പയിൻസ് ഓർ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി which uses the unconventional or odd technique to great attention of the people. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അൺകൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡ് ആയിട്ടുള്ള ടെക്നിക്സ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന പ്രോസസ്സാണ് എന്നറിയപ്പെടുന്നത് ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. The uses great amount of imagination, creativity, surprise and amazement. ഇതിനു വേണ്ടിയിട്ട് എന്താ, കസ്റ്റമേഴ്സിനെ പരമാവധി എന്താ
ഒരു അത്ഭുതത്തിൽ നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഇമാജിനേഷൻ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ സർപ്രൈസ് എന്ന രീതിയിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രത്യേക അനുഭൂതി ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് നടത്തുന്നതിനെയാണ് ഗൊറില്ല മാർക്കറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. എക്സാമ്പിൾ പറയാ, ഇതിനൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അമേസ്മെന്റ്, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂബിയുടെ ബാഗ് അല്ലേ, കൊട അല്ലേ, അതിപ്പോൾ ആ കുഞ്ഞി പിള്ളേരുടെ മനസ്സിലെന്താ, നമുക്ക് എന്തെങ്കിലും നടന്നു പോകുന്ന വഴിയിൽ കുഞ്ഞു പിള്ളേരെപ്പോഴും കഥകളൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ പോകുന്ന ആ സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കൂബിന്ന് വിളിച്ചാൽ മതി, ഒന്ന് രക്ഷിക്കും അല്ലേ. അതുപോലെ തന്നെ നേരത്തെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, തന്നെ വടി കൊണ്ട് തല്ലെങ്കിൽ സാറേ, വേണമെങ്കിൽ കുട കൊണ്ട് തല്ലിക്കോ സാറെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇതുണ്ടെന്ന് വരികിൽ ഇത് സഹായിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്രിയേറ്റിവിറ്റി ഒരു അമ്യൂസ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് അങ്ങനെ വെച്ചുകൊണ്ട് അല്ലേ, കസ്റ്റമേഴ്സിന് ഏത് രീതി നമ്മുടെ എല്ലാ മാർക്കറ്റിങ്ങിന്റെ ആദ്യം ലക്ഷ്യം എന്തായിരിക്കുമോ, പരമാവധി പ്രൊഡക്റ്റ് സർവീസ് വിറ്റഴിക്കുക, സെയിൽസ് കൂടുതലായിട്ട് നടത്തുക, പ്രോഫിറ്റ് കൂടുതലായിട്ട് നേടിയെടുക്കുക ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അല്ലെ. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭൂതി കസ്റ്റമേഴ്സിന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി ഉൽപ്പന്നം, തന്റെ ഉൽപ്പന്നം വിറ്റു പോകുന്നതിന് ചെയ്യുന്നതിനെയാണെന്ന് വിളിക്കുന്നത് ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. Guerrilla marketing is defined as an art of applying unusual marketing strategies for promoting product in unconditional way by incurring less amount of money. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന പ്രോസസ്സാണ് ഇതെന്ന് വിളിക്കുന്നത് ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിന്റെ ഡെഫിനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്ത പാരഗ്രാഫിന്റെ അകത്ത്. ഇൻവെസ്റ്റിംഗ് എനർജി ഇൻസ്റ്റെഡ് ഓഫ് മണി അല്ലെ, കൂടുതലായിട്ട് പൈസ ചെലവാക്കുന്നതിന് പകരം പരമാവധി കഷ്ടപ്പാട് അല്ലെ, കൂടുതൽ പ്രയത്നം അതിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പരമാവധി സാധനങ്ങൾ സേവനങ്ങൾ വിറ്റഴിക്കുന്ന പ്രോസസ്സാണ് എന്നറിയപ്പെടുന്ന ഗൊറില്ല മാർക്കറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത അതിന്റെ ഫീച്ചേഴ്സ്. ഇറ്റ് യൂസസ് ദ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് സർപ്രൈസ്. ഇവിടെ എന്തായിരിക്കും, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, സർപ്രൈസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട്, ക്രിയേറ്റ് ദ ഫീലിംഗ് അമേസ്മെന്റ് അമംഗ് ദ പീപ്പിൾ അല്ലെ, നമുക്ക് ഒരു പ്രത്യേക അനുഭൂതി ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അടുത്തത്, യൂസ് ദ സ്ട്രേഞ്ച് ആൻഡ് അൺകൺവെൻഷണൽ ടെക്നിക്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ക്യാമ്പയിൻസ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആരും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകളാണ് ഇത് കൂടുതലായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗൊറില്ല മാർക്കറ്റിംഗ് ഈസ് ടു റീച്ച് ദ മാസസ് വിത്ത് ദ ലോ ബഡ്ജറ്റ്. പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ് ഹാവിംഗ് ലെസ് എമൗണ്ട് ഓഫ് മണി ഫോർ ദ പ്രൊഡക്റ്റ് കാമ്പയിൻസ്. അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സിന്, അതുപോലെ തന്നെ കൂടുതലായിട്ട് പൈസ ചെലവാക്കാൻ പറ്റുകയില്ലാത്ത സ്ഥാപനങ്ങൾക്കൊക്കെ ഇത് കൂടുതൽ അഡോപ്റ്റബിൾ ആണ്. മെസ്സേജസ് ഓഫ് ഗൊറില്ല മാർക്കറ്റിംഗ് ഹാസ് ഹൈ റീകാൾ വാല്യൂ. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, വാല്യൂ ഇതിന് ഭയങ്കര കൂടുതലാണ് അല്ലെ. കൊടുക്കുന്ന അനുസരിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും അല്ലെ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഗൊറില്ല എന്ന് പറഞ്ഞാൽ ഒളിയുദ്ധം എന്നാണ് കേട്ടോ. ഒളിയുദ്ധം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളത് പറയുന്നില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മാസ്മരികത കാണിക്കുന്ന വഴി എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇതിൻ്റെ അകത്തേക്ക് ആകർഷിതരാകുന്നു. അടുത്ത, ഫ്യൂവർ റിസോഴ്സസ് ആൻഡ് ബിഗ് ക്യാമ്പയിൻസ് ആർ ദ ഇമ്പോർട്ടന്റ് സ്പെഷ്യാലിറ്റീസ് ഓഫ് ഗൊറില്ല മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ ചെറിയ അല്ലെ കുറച്ചുള്ള വിഭവങ്ങളൊക്കെ ഇതിനെ ആകർഷിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ്. The campaigns of guerrilla marketing use the scope of the communication through word of mouth and social media. രണ്ട് രീതിയിലുള്ള അഡ്വർടൈസ്മെന്റും ഉണ്ട് അല്ലെ, മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, സോഷ്യൽ മീഡിയ വഴിയുള്ള പബ്ലിസിറ്റി ഇതിന് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, ലോ കോസ്റ്റ്. The cost required to execute the guerrilla marketing is low compared to conventional form of promotions. പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു മെഷേഴ്സിനെക്കാട്ടിലും പരമാവധി ചെലവ് ഇതിന് കുറവായിരിക്കും. ക്രിയേറ്റീവ് ക്യാമ്പയിൻസ്. Guerrilla marketing enables the companies to have a creative and unique product promotion than the traditional way of campaigns. എന്താ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാമ്പയിൻസിനെക്കാട്ടിലും പുതിയ രീതിയിലുള്ള അല്ലെ അതുല്യമായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സുകളാണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി. പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ടാർഗറ്റ് audience is high guerrilla marketing. The creates amusement and supplies among the people, which brings out more response and generate more word of mouth publicity than the conventional promotions. എന്താ പബ്ലിസിറ്റി കൂടുതലായിട്ട് വരുന്നത് എങ്ങനെയാ, മീഡിയനെക്കാട്ടിലും മൗത്ത് പബ്ലിസിറ്റി കൂടുന്നതിന് ഇത് കാരണമാകുന്നു. കാരണം എന്താ, അവർക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, മീഡിയയുടെ സഹായത്തോടെ അല്ലാതെ
അല്ലേ, വാക്കാൽ തന്നെ അല്ലേ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഭവം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും ആ ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ മീഡിയ ഹൈ റിമാർക്കബിൾ ഗൊറില്ല മാർക്കറ്റിംഗ് campaigns may result in mass media attention and help companies to have a widespread communication about their product. അതുപോലെ തന്നെ എന്താ ക്യാമ്പയിൻസുകൾ അതുപോലെ തന്നെ എന്താ മാസ് മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നത് വഴി അത് കമ്പനീസിനെ സഹായിക്കുന്നു. എന്തിനാ അവരുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് അത്യാവശ്യം വിപണിയിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ചു കൊടുക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ഫ്രീ പബ്ലിസിറ്റി റിമാർക്കബിൾ ഗൊറില്ല മാർക്കറ്റിംഗ് campaigns get a lot of free publicity through the word of mouth and social media by sharing. സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റി വഴി എന്താ കൂടുതലായിട്ട് വലിയധികം ചെലവുകളൊന്നുമില്ലാതെ കൂടുതലായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നതിന് ഇത് സഹായിക്കും. അടുത്ത ഡിസഡ്വാൻറ്റേജ് പോരായ്മകൾ എന്തൊക്കെയാണ്? സം ഗൊറില്ല മാർക്കറ്റിംഗ് campaigns may create irritation and discontent among the public, result of negative feelings about the brand. എന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ എന്താ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ, അതൊരു ശല്യമായിട്ട് പരിഗണിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഇറ്റ് ക്യാൻ ബി ഇല്ലീഗൽ ഓർ കോൺട്രറി ടു പോപ്പുലർ ബിലീഫ് ഓഫ് ദ പീപ്പിൾ വിച്ച് മേക്സ് ദ ബ്രാൻഡ് അൺപോപ്പുലർ. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് കോൺട്രറി എന്ന് പറഞ്ഞാൽ എന്താ എതിരായിട്ട് ഇല്ലീഗലായിട്ട് എതിരായിട്ട് ആണ് എന്നുള്ള ഒരു വിശ്വാസം വരാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. ഗൊറില്ല മാർക്കറ്റിംഗ് റിക്വയർസ് എ ഗ്രേറ്റ് ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് എനർജി ദാൻ ട്രഡീഷണൽ അഡ്വർടൈസിംഗ് വിച്ച് മേ റൈസ് ദ കോസ്റ്റ് ഓഫ് ദ കാമ്പയിൻസ്. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് ട്രഡീഷൻ്റെ അകത്ത് എന്താ കോസ്റ്റ് കൂടുതലായിട്ട് വരുമ്പം ഇവിടെ ഏതിന് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും, കൂടുതലായിട്ട് ഇവിടെ കോസ്റ്റ് കുറച്ചുകൊണ്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് എനർജി അല്ലെ ഡെഡിക്കേഷൻ ഒക്കെ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്ന പ്രോസസ്സാണിത് അല്ലേ. ഇനി അടുത്ത പബ്ലിസിറ്റി പബ്ലിക് മേ മിസ്അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഓഫ് ഗൊറില്ല മാർക്കറ്റിംഗ് ആൻഡ് campaigns ഫാൾ ടു അറ്റൻഡ് ദ ആൻറ്റിസിപ്പേറ്റഡ് ഔട്ട്പുട്ട് ഫ്രം സച്ച് campaigns. എന്നവിടെ പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അതെന്തായിരിക്കും പബ്ലിസിറ്റി കൂടുന്നതിനെക്കാട്ടിലും എന്താ പോസിറ്റീവായിട്ടുള്ള ഇതിനെക്കാട്ടിലും നെഗറ്റീവ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതാ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് മാറാൻ പോകുന്നില്ല. സംടൈംസ് കമ്പനീസ് ഹാവ് ടു ഫേസ് ബാക്ക്ലാഷ് ഫ്രം ദ പബ്ലിക് ആൻഡ് ബോയ്കോട്ടിംഗ് ദെയർ പ്രൊഡക്റ്റ്. ബോയ്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നിരസിക്കുക ബഹിഷ്കരിക്കുക എന്നാണ് കേട്ടോ. എന്താ ചില സാഹചര്യങ്ങളിൽ എല്ലാ സമയങ്ങളിലും അല്ല ചില സാഹചര്യങ്ങളിൽ എന്താ വലിയ തിരിച്ചടി അല്ലേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിരസിക്കാനുള്ള സാധ്യത അല്ലെ ബഹിഷ്കരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാക്കിയുള്ളതിനെക്കാട്ടിലും. ഏതിന് ഗൊറില്ല മാർക്കറ്റിംഗ്. ഇനി അടുത്താണ് ആംബുഷ് മാർക്കറ്റിംഗ്. Ambush marketing is the term broadly refers to the situation in which the company or product tries to take benefit from the publicity value of a major event without any sponsorship or any financial support for that event. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് ഈ മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ചില ഏതെങ്കിലും രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട എന്താ ഇവന്റുകൾ അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള ഇവന്റുകളോ പിന്നെന്താ സ്പോർട്സ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സാധാരണ എന്ത് ചെയ്യുന്നു നമ്മൾ സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് മേടിച്ചിട്ടാണ് നമ്മൾ ആ അഡ്വർടൈസ്മെന്റ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു സഹായമോ സ്പോൺസറിങ്ങും കൊടുക്കാതെ അല്ലേ സ്പോൺസർഷിപ്പ് കൊടുക്കാതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാതെ അൺഓതറൈസ്ഡ് ആയിട്ട് അല്ലെ ആരും കാണാതെ നമ്മുടെ ആ ഉൽപ്പന്നത്തിന്റെ പരസ്യം കൂടെ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് പോകുന്ന പ്രോസസ്സാണ് ഇത് ആംബുഷ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കോട്ടെയിൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേരിലും വിളിക്കാം ഏതാ കോട്ടെയിൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ആംബുഷ് മാർക്കറ്റിംഗ് ഈസ് ടൈപ്പിക്കലി ടാർഗറ്റ് അറ്റ് എ മേജർ സ്പോർട്ടിംഗ് ഇവന്റ് ലൈക്ക് ഒളിമ്പിക്സ് ഓർ വേൾഡ് കപ്പ് ഇൻ വേരിയസ് ഗെയിംസ്. അതുപോലെ തന്നെ എന്താ കൂടുതലായിട്ട് ഇത് വരുന്ന എവിടെയായിരിക്കും ഒളിമ്പിക്സ് അതുപോലെ തന്നെ വേൾഡ് കപ്പുകൾ അതുപോലെ ഇതുപോലെ ഗെയിംസിന്റെ ഒക്കെ ഇവന്റുകൾ നടക്കുന്ന മേഖലകളിലാണ് ഈ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. This kind of marketing also involves the unauthorized use of logos and designs associated with the popular event. ആ ഒരു പ്രത്യേക ഇവന്റ് നടക്കുമ്പോൾ അല്ലെ ആ ഒരു പ്രത്യേക ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു അൺഓതറൈസ്ഡ് യൂസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അവർ അംഗീകാരം കൊടുത്തിട്ടില്ല അല്ലെ ആ ഒരു ഇവന്റിൽ അവരുടെ പരസ്യം പബ്ലിഷ് ചെയ്യാനുള്ള അംഗീകാരം അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ കൊടുക്കാതെ അവരെന്ത് ചെയ്യുന്നു അൺഓതറൈസ്ഡ് ആയിട്ട് അധികാരം കിട്ടാതെ യൂസ് ഓഫ് ലോഗോസ് ഓർ ഡിസൈൻസ് അസോസിയേറ്റഡ് വിത്ത് പോപ്പുലർ ഇവന്റ് ആ ഒരു ഇവന്റിൽ അവരുടെ ഇപ്പം ഞാനാണെന്ന് വരികിൽ അവരുടെ അംഗീകാരമില്ലാതെ ഒളിച്ചും പാത്തും അല്ലെ അവരറിയാതെ ആ കൂടുതൽ പബ്ലിസിറ്റി എൻ്റെ ഉൽപ്പന്നത്തിന് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ലോഗോ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു എന്താ അഡ്വർടൈസിങ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ആംബുഷ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. Sometimes ambush marketing create the confusion among the public about who are actually sponsoring an event. നമ്മൾ അത് ഫിക്സ് ചെയ്യുമ്പം
കസ്റ്റമേഴ്സിന് തന്നെ അല്ലെങ്കിൽ അവിടെ വരുന്ന പബ്ലിക്കിന് തന്നെ കൺഫ്യൂഷൻ ആയി പോകും അല്ലെ. ഇത് ആരാണ് സത്യം പറഞ്ഞാൽ ഏറ്റെടുത്ത് നടത്തുന്നത്, ഈ കമ്പനി ആണോ എന്ന് ഒരു സംശയം തന്നെ അവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ക്ലാസ് അവസാനിച്ചു. വീഡിയോ കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് തരിക. സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ പേര് കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.